എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീനിയം എന്ന ചെടിയെ എങ്ങനെ റീപോർട്ട് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ പ്രൂൺ ചെയ്യാമെന്നുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചെടിയുടെ മഞ്ഞ ഇലകളും അതുപോലെ തന്നെ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് റീപോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പഴയ കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെടിയുടെ സൈഡ് പോർഷനിലെ മണ്ണൊന്ന് ഇളക്കിയെടുക്കാം. സോ ഇതിന് ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളകി തുടങ്ങുമ്പോൾ തന്നെ ചെടിയെ നമ്മൾക്ക് പതുക്കെ മാറ്റിയെടുക്കാം. ഇതിപ്പോൾ 2 വർഷത്തോളം ഈ പോട്ടിൽ തന്നെ ഇരുന്ന ചെടിയാണ്. അപ്പോൾ ഇതിലെ മണ്ണെല്ലാം നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴകിയ റൂട്ട് ഇതിനകത്ത് കാണാൻ ചാൻസസ് ഉണ്ട്. കൈകൊണ്ട് തന്നെ നമ്മൾ മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ കൊച്ചു ബ്രഷോ അല്ലെങ്കിൽ കൊച്ചു ഏതെങ്കിലും ടൂളോ യൂസ് ചെയ്തിട്ട് ഈ റൂട്ടിൻ്റെ ഇടയ്ക്കുള്ള മണ്ണുകളെല്ലാം കംപ്ലീറ്റ്ലി മാറ്റുക. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള റൂട്ട്സ് എല്ലാം ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ചില റൂട്ടുകളൊക്കെ ഡെഡ് റൂട്ട്സ് ആണ്, ഇതൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ്ലി മണ്ണെല്ലാം പോക്കി നല്ല നീറ്റാക്കുക നമ്മുടെ ചെടിയുടെ റൂട്ടിനെ. ഇനി ഞാനിവിടെ ആൻറ്റി ഫംഗൽ പൗഡർ 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്കാണ് നമ്മുടെ ചെടിയുടെ റൂട്ട് ഡിപ്പ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷനിൽ ആൻറ്റി ഫംഗൽ പൗഡറോ സിനമൺ പൗഡറോ തേച്ച് കൊടുക്കാവുന്നതാണ്. ഫംഗൽ അറ്റാക്ക് ഒന്നും റൂട്ട് വഴി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക. ഇനി നമുക്ക് ആ സമയത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സിന് വേണ്ടി നമുക്ക് വേണ്ടത് 60% മണലും 40% മണ്ണുമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ സോയിലും മണലും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ഒരു പോട്ടിംഗ് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അഡീനിയത്തിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ഇതിന് മുൻപേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന ഒരു ചെടിയാണ് അഡീനിയം. സോ ഈ പോട്ടിലാണ് നമ്മൾ അഡീനിയം റീപോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ചുടുകട്ട കഷ്ണം വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഓഫ് ദ പോർഷനിലേക്ക് ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി മണ്ണ് ഫില്ല് ചെയ്യാവുന്നതാണ്. 4 സൈഡിൽ നിന്നും മണ്ണിട്ട് കൊടുത്ത് നമുക്ക് ചെടിയെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കോഡെക്സ് എന്ന പോർഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ അഡീനിയത്തിനുണ്ട്. ആ പോർഷൻ എപ്പോഴും മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ചെടി നട്ട് കൊടുക്കാൻ. മണ്ണെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഷെയ്ഡ് നെറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പെബിൾസ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഷെയ്ഡ് നെറ്റ് യൂസ് ചെയ്യാതെ ഇതുപോലത്തുള്ള പെബിൾസ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ പെബിൾസിൻ്റെയൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് ബ്ലൂ പെബിൾസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിനകത്തുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഷെയ്ഡ് നെറ്റ് പുറത്ത് കാണാത്ത രീതിയിൽ ഈ ബ്ലൂ പെബിൾസ് വെച്ച് ഫില്ല് ചെയ്യാവുന്നതാണ്. പല കളേഴ്സിലുള്ള പെബിൾസ് ഇപ്പം നമുക്ക് നഴ്സറിയിൽ ലഭിക്കുന്നതാണ്. നഴ്സറിയിൽ ഇതുപോലെ തന്നെ പെബിൾസ് സെറ്റ് ചെയ്ത ഒരുപാട് ചെടികളും ഇപ്പോൾ ലഭിക്കുന്നതാണ്. പെബിൾസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കും നഴ്സറിയിൽ സെറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ പോട്ടുകളെയൊക്കെ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അഡീനിയത്തിൻ്റെ പ്രൂണിങ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ അഡീനിയത്തിൻ്റെ പോട്ട് ചെറുതാണെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ ഇതുപോലെ റൂട്ടൊക്കെ ഇറങ്ങിയിട്ട് ആ ചെടിച്ചട്ടി പൊട്ടി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വലിയ പോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ 2 ചെടികളാണുള്ളത്. ഇതിനെ 2ആയിട്ട് മാറ്റിയതിന് ശേഷം നല്ല ലെങ്ത് ഉള്ള സ്റ്റെമ്മ് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ഒരു പ്രൂണറോ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ കട്ട് ചെയ്ത പോർഷനിൽ നമ്മൾ ഏതെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡർ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സിനമൺ പൗഡർ തേച്ച് കൊടുക്കാവുന്നതാണ്. ഫംഗൽ അറ്റാക്ക് വന്ന് ഈ സ്റ്റെമ്മ് അഴുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി മഴക്കാലത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധ നമ്മൾ ഈ പ്രൂൺ ചെയ്ത ഈ ചെടിക്ക് കൊടുക്കേണ്ടതാണ്. ഒരു കാരണവശാലും വെള്ളം വീഴാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഈ സ്റ്റെമ്മിലേക്ക് വെള്ളം വീഴാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഈ പ്രൂൺ ചെയ്ത ചെടിയും അതുപോലെ തന്നെ റീപോർട്ട് ചെയ്ത ചെടിയും നമ്മൾ ഒരാഴ്ച മസ്റ്റ് ആയിട്ടും ഷെയ്ഡിൽ തന്നെ വെച്ച് മിതമായി വെള്ളം ഒഴിച്ച് അതിനെ കെയർ ചെയ്യുക. സോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.